തമിഴ്നാട്ടിലെ 8ാമത്തെ വലിയ നഗരമാണ് തഞ്ചാവൂർ. ദക്ഷിണേന്ത്യൻ മതം, കല, വാസ്തുവിദ്യ എന്നിവയുടെ ഒരു പ്രധാന കേന്ദ്രമാണിത്. കാവേരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു പ്രധാന കാർഷിക കേന്ദ്രം കൂടിയാണ്. ഇവിടം തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളായ ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും തഞ്ചാവൂരും പരിസരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രം. ചോള ചക്രവർത്തിയായ രാജരാജ ഒന്നാമന്റെ അതിമോഹമായ ബൃഹദീശ്വര ക്ഷേത്രം. ഇത് 1003 ആരംഭിച്ച് 1010 പൂർത്തിയാക്കി. ഇതാണ് ക്ഷേത്രത്തിന്റെ ആദ്യ കവാടം. മറാത്ത എൻട്രൻസ് മറാത്ത കാലഘട്ടത്തിൽ കൂട്ടിച്ചേർത്തതാണ്. കേരളാന്തകൻ തിരുവാസൽ ഇതാണ് 2ാമത്തെ കവാടം. ഈ ഗോപുര കവാടം ചേരന്മാർക്കെതിരായ വിജയത്തിന്റെ സ്മരണാർത്ഥം രാജരാജ ഒന്നാമൻ നിർമ്മിച്ചതാണ്. ബൈക്ക് റൈഡിൻ്റെ 4ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ. ഈ കാണുന്നതാണ് ടെമ്പിളിൻ്റെ ലേ ഔട്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന ഏരിയ ആണിത്. ഇത് 3ാമത്തെ എൻട്രൻസ്. ഇതാണ് ക്ലോക്ക് റൂം. ചപ്പലുകൾ, ബാഗുകൾ എന്നിവ സൂക്ഷിക്കുവാനുള്ള ഇടം. ഇവിടെ കുറച്ച് സുവനീർ ഷോപ്പുകളുണ്ട്. തഞ്ചാവൂർ സ്പെഷ്യൽ തലയാട്ടി ബൊമ്മയും രാജാറാണി ബൊമ്മ അങ്ങനെ നിരവധി സുവനീറുകൾ വിൽക്കുന്നുണ്ട് ഇവിടെ. രാജരാജ തിരുവാസൽ ഇത് 3ാമത്തെ കവാടം. ഇതും കേരളാന്തകൻ തിരുവാസലും പ്രധാന ക്ഷേത്രത്തിന്റെ അതേ കാലഘട്ടത്തിലുള്ളതാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിന് ശേഷമാണ് ഉള്ളിൽ കടത്തിവിടുക. 1:2 എന്ന അനുപാതത്തിൽ 240 മീറ്റർ നീളവും 120 മീറ്റർ വീതിയുമുള്ള ഒരു മുറ്റത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സമുച്ചയത്തിൽ ചണ്ഡികേശ്വര, അമ്മൻ, സുബ്രഹ്മണ്യൻ, ഗണേശൻ, വരാഹി എന്നിവർക്കുള്ള പ്രധാന 5 ഉപക്ഷേത്രങ്ങളുണ്ട്. നടരാജനും നന്ദിക്കും 2 മണ്ഡപങ്ങളുണ്ട്. സമുച്ചയത്തിന് ചുറ്റും ഒരു കൽമണ്ഡപങ്ങൾ കാണാം. നമ്മൾ 3ാമത്തെ ഗോപുരമൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി കഴിയുമ്പോൾ ഉള്ള അമ്പലത്തിൻ്റെ വ്യൂ ആട്ടോ. അപ്പോൾ നമുക്ക് ശ്രീകോവിലിൻ്റെ ടോപ്പ് ഏരിയ കാണാൻ പറ്റും. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു നന്ദീനെ കാണാൻ പറ്റും. നല്ല തിരക്കാട്ടോ. ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ കൂടി നല്ല റഷാട്ടോ. മഹാമേരു ഒരു കോസ്മിക് ഘടനയെ പ്രതിനിധീകരിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ക്ഷേത്രം. ഈ ഗോപുരം 60.96 മീറ്റർ ഉയരമുണ്ട്. മുകളിലെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച താഴികക്കുടത്തിന് 81.28 ടൺ ഭാരമാണ് ഉള്ളത്. അകത്തെ ശ്രീകോവിലിൽ ചതുരാകൃതിയിലാണ്. ഒരു 3.66 മീറ്റർ ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. രാജരാജ ചോളന്റെ കാലത്ത് തഞ്ചാവൂർ ദക്ഷിണേന്ത്യയിലെ നൃത്ത സംഗീതാദി കലകളുടെ കേന്ദ്രസ്ഥാനം കൂടിയായിരുന്നു. അന്ന് ഈ ക്ഷേത്രത്തിൽ 50 ഗായകരെയും 400 ഭരതനാട്യ നർത്തകിമാരെയും ധാരാളം വാദ്യക്കാരെയും ചക്രവർത്തി നിയമിച്ചിരുന്നു. ചുറ്റമ്പല ഭിത്തിയിൽ 1000 വർഷങ്ങൾ പഴക്കമുള്ള നിരവധി ചുവർച്ചിത്രങ്ങൾ കാണാനാകും.
ക്ഷേത്രത്തിൽ അന്നുണ്ടായിരുന്ന കലാകാരന്മാരുടെയും നർത്തകിമാരുടെയും അവരുടെ പേരും ഗ്രാമപ്പേരുമാണ് ഈ കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അമ്പലത്തിനകത്താണെങ്കിൽ കയറി തൊഴുതിറങ്ങി. നല്ല തിരക്കായിരുന്നു, പൂജ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂറോളം ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ അമ്പലത്തിന് ചുറ്റും ഒരു വലമൊക്കെ വെച്ച് നമ്മൾ വട്ടം കറങ്ങി തിരിച്ച് മുമ്പ് എത്താറായിട്ടുണ്ട്. ഈ കോംപ്ലക്സിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ അമ്പലങ്ങളാട്ടോ, അമ്പലങ്ങളും പിന്നെ അതേപോലെ ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൽമണ്ഡപങ്ങളും, ഈ കൽമണ്ഡപത്തിൻ്റെ അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ശിവലിംഗങ്ങളൊക്കെ അവിടെ വെച്ചേക്കണേ. ആ ശിവലിംഗത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോള പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെയാണെങ്കിൽ ബസ്സും കാറും ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. കളിമണ്ണ്, മരം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാവയായ തലയാട്ടി ബൊമ്മ അല്ലെങ്കിൽ നൃത്തപാവകൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് തഞ്ചാവൂർ. ഹിന്ദു വിഗ്രഹങ്ങൾ, പള്ളികൾ, മറ്റ് പക്ഷിപ്രതിമകൾ എന്നിവയുടെ മാതൃകകൾ അടങ്ങുന്ന പിറ്റ് വർക്കുകളുടെ ഒരു പ്രധാന നിർമ്മാതാവാണ് ഈ നഗരം. ഇതാണ് തഞ്ചാവൂർ മറാത്ത പാലസ്. 1674 മുതൽ 1855 വരെ തഞ്ചാവൂർ പ്രദേശം ഭരിച്ചിരുന്ന ബോൺസ്ലെ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു തഞ്ചാവൂർ മറാത്ത പാലസ്. തഞ്ചാവൂർ നായക് സാമ്രാജ്യത്തിലെ ഭരണാധികാരികളാണ് ഇത് ആദ്യം നിർമ്മിച്ചത്. ഇപ്പോൾ നമ്മളുള്ളത് തഞ്ചാവൂർ പാലസിനകത്താണ്. ഇപ്പോൾ തഞ്ചാവൂർ പാലസിനകത്താണെന്നുണ്ടെങ്കിൽ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് വന്നു കഴിയുമ്പോൾ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ മ്യൂസിയത്താണെന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനൊരു എൻട്രി ഫീസ് ഉണ്ട്, 2 രൂപ എൻട്രി ഫീസ് വരുന്നുണ്ട്. എൻട്രി ഫീസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിനകത്ത് കയറി ഇതിനകത്തുള്ള എക്സിബിഷൻസൊക്കെ കാണാൻ പറ്റും. 1799 തഞ്ചാവൂർ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായപ്പോൾ തഞ്ചാവൂർ മറാത്തകൾ കൊട്ടാരത്തിൻ്റെയും ചുറ്റുമുള്ള കോട്ടയുടെയും അധികാരം തുടർന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ പാലസിനകത്തെ ദർബാർ ഹാളിലാട്ടോ. പഴയ രീതിയിലുള്ള പെയിൻറ്റിങ്ങും നല്ല കൊത്തുപണികളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാട്ടോ കാണാൻ. പിന്നെ കുറേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലപ്പഴക്കം കാരണം പോയിട്ടുണ്ട് പെയിൻറ്റിങ്ങൊക്കെ. ഹാളിൻ്റെ ചുവരുകളും മേൽക്കൂരയും എല്ലാം പെയിൻറ്റിങ്ങുകളും പ്രതിമകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. തൂണുകളും കമാനങ്ങളും രാമായണം, മഹാഭാരതം തുടങ്ങിയ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ആകർഷകമായ രംഗങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ധാരാളം തൂണുകൾ ഉള്ള ഒരു ഏരിയ. ഇവിടെ ഒട്ടനവധി ശിലാശില്പങ്ങളുണ്ട്. കുംഭകോണം, തഞ്ചാവൂർ, മധുരൈ അങ്ങനെ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ ശില്പത്തിൻ്റെ പേരും അതിൻ്റെ കാലപ്പഴക്കവും ശേഖരിച്ച സ്ഥലത്തിൻ്റെ വിവരങ്ങളും അടങ്ങിയ ബോർഡ് എല്ലാ ശില്പത്തിൻ്റെ ചുവടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ശില്പങ്ങൾ ചോള, പല്ലവ, പാണ്ഡ്യ, നായിക് കാലഘട്ടത്തിലാണ്.
തഞ്ചാവൂർ ഇൻ ആൻഡ് എറൗണ്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 15 ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതാണ് ബെൽ ടവർ. ടവറിന് 7 നിലകളാണ് ഉള്ളത്. ഒരു കാലത്ത് ഒരു മണി മുകളിൽ നിന്ന് ഓരോ മണിക്കൂറിലും മുഴങ്ങിയിരുന്നു. തഞ്ചാവൂർ നിവാസികൾ സമയം പറയാനായി ഇത് ഉപയോഗിച്ചിരുന്നു. ഇതാണ് ആർട്ട് ഗാലറി. കൊട്ടാരത്തിൻ്റെ ഉൾവശം ഇപ്പോൾ ഒരു ആർട്ട് ഗാലറിയായി മാറ്റിയിരിക്കുന്നു. ആർസനൽ ടവർ അഥവാ ഗൂഢഗോപുരം. ഇതിന് 8 നിലകളും 192 അടി ഉയരവും ഉണ്ട്. 1645 നായക്കരാണ് 2 നിലയുള്ള ഈ കെട്ടിടം നിർമ്മിച്ചത്. പിന്നീട് മറാത്തകൾ 1855 ടവർ നവീകരിച്ച് പൂർത്തിയാക്കുകയും വിവിധ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. മുകളിലത്തെ നില ഒരു വാച്ച് ടവറായും ശേഷിക്കുന്ന നിലകൾ ആയുധ വെടിക്കോപ്പുകൾ സൂക്ഷിക്കാനായി ഉപയോഗിച്ചു. കൊട്ടാരത്തിന്റെ താഴത്തെ നിലയിൽ ചുറ്റും ധാരാളം ശിലാശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ശില്പങ്ങൾ AD 8-ാം നൂറ്റാണ്ട് മുതൽ AD 18-ാം നൂറ്റാണ്ട് വരെയുള്ളതാണ്. ഇത് ഒരു തിമിംഗലത്തിന്റെ വലിയ അസ്ഥികൂടമാണ്. സാധാരണമായി ബലീൻ തിമിംഗലം എന്നറിയപ്പെടുന്ന വെയിൽ ബോൺ തിമിംഗലത്തിന്റെ 92 അടി നീളമുള്ള അസ്ഥികൂടം ആർസനൽ ടവറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് നായിക് ദർബാർ ഹാൾ. ഉള്ളിൽ കയറുമ്പോൾ ദൃശ്യമാകുക സർഫോജി 2-ാമൻ രാജാവിൻ്റെ വെളുത്ത മഞ്ഞ മാർബിൾ പ്രതിമയാണ്. ഭിത്തിയിലും ചുവരിലും അതിമനോഹരമായ പെയിന്റിങ്ങുകൾ. പുരാതന വെങ്കല പ്രതിമകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഇവിടെ. ചോള വിജയനഗര കാലഘട്ടത്തിലെയും പിന്നീടുള്ള കാലഘട്ടത്തിലെയും വെങ്കല വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. ഹിന്ദു ദൈവത്തിൻ്റെയും ദേവതകളുടെയും ഈ വെങ്കല ശില്പങ്ങൾ AD 9-ാം നൂറ്റാണ്ട് മുതൽ AD 19-ാം നൂറ്റാണ്ട് വരെ നീളുന്നു. ആദ്യകാല ഇന്ത്യൻ ജീവിതശൈലി, അവരുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മുടിയിഴകൾ പോലും ഈ പ്രതിമകളിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ തഞ്ചാവൂർ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. തഞ്ചാവൂർ പാലസിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ ഏരിയസാണ് എക്സിബിഷനും അതേപോലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ കുറേ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ അലൗഡല്ല. അപ്പം അലൗഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആണ് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് തഞ്ചാവൂർ പാലസ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് തഞ്ചാവൂരിലെ ഒരു വീണ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് വർക്ക്ഷോപ്പ്. അപ്പം നമുക്ക് അകത്ത് പോയിട്ട് വീണയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന കാഴ്ചകൾ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വീണയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. വീണ, തമ്പുര, വയലിൻ, മൃദംഗം, തവിൽ, കാഞ്ഞിര തുടങ്ങിയ സംഗീതോപകരണങ്ങളുടെ നിർമ്മാണം നഗരത്തിലെ മറ്റൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. പ്ലാവിൻ്റെ പുതിയ തടി കൊണ്ടാണ് വീണ നിർമ്മിക്കുന്നത്. ഓർഡർ നൽകിയതിനു ശേഷമാണ് വീണ നിർമ്മാണം ആരംഭിക്കുക. ശരാശരി ഓരോ വീണയും തയ്യാറാക്കുവാൻ 3 മുതൽ 9 മാസം വരെ എടുക്കും. ഓരോ വീണയുടെ നിർമ്മാണത്തിൽ നിരവധി പേരുടെ അധ്വാനവും കഠിനമായ പരിശ്രമവും ആവശ്യമാണ്. അവിടെ ഉണ്ടാക്കുന്നത് കണ്ട് വീണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിനിഷിങ്, പോളിഷിങ് ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഈ വീണയൊക്കെ ആണെങ്കിൽ റെഡിയായിരിക്കുന്നത് കേട്ടോ, സെയിൽസിന് വേണ്ടിയുള്ള റെഡിയായിരിക്കുന്നതാണ്. വീണയുടെ ഡിസൈനും ഗുണനിലവാരവും അടിസ്ഥാനമാക്കിയാണ് വില നിർണ്ണയിക്കുക. തഞ്ചാവൂരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു വീണ ഷോപ്പിൽ വരിക കേട്ടോ. വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അകത്ത് കയറി ആ കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മളിനി ഇറങ്ങുവാണ്. അപ്പോൾ തഞ്ചാവൂരിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും കണ്ടു. നമ്മളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസ് കാണാം. ബൈ ബൈ.